ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിന്റെ സീറോ ബാലൻസ് അക്കൗണ്ടിനെ കുറിച്ചാണ്. നിങ്ങൾക്ക് അറിയാം ഇപ്പൊ എല്ലാവർക്കും സീറോ ബാലൻസ് അക്കൗണ്ടാണ് വേണ്ടത്. അത് നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റ് തന്നെയാണ്. എന്താ വെച്ചാൽ നോർമൽ അക്കൗണ്ട് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ ഭയങ്കര ഒരു എന്താ പറയുക, നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് ഭയങ്കര ലോസ് വരുന്ന ഒരു പരിപാടിയാണ്. വെച്ചാൽ ഇഷ്ടം പോലെ ചാർജസുകൾ, ഇഷ്ടം പോലെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യാം. മിനിമം ബാലൻസ് കീപ്പ് ചെയ്യില്ലെങ്കിൽ അതിന് വേറെ ചാർജ്. അത് മിനിമം ബാലൻസ് എങ്ങനെയാണ്? അത് ചില്ലറ എമൗണ്ട് ഒന്നുമല്ല. 5000 രൂപ, 10000 രൂപ, 25000 രൂപ. ഇപ്പോൾ IDFC ബാങ്കിനൊക്കെ 25000 രൂപയ്ക്ക് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യേണ്ടത്. ഇപ്പോൾ ആക്സിസ് ബാങ്കിന്റെ നോർമൽ അക്കൗണ്ട് ഇപ്പോൾ എൻ്റെ ഉണ്ടായിരുന്നു ഒരു ECSS എന്ന അക്കൗണ്ട് ആയിരുന്നു. റീസെന്റ് കുറച്ച് കാലം മുമ്പേ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനത്തിന് 10000 രൂപ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. HDFC ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, 15000 രൂപ കീപ്പ് ചെയ്യണം. നമുക്ക് ഈ സാധനം കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഇൻട്രസ്റ്റ് ഇട്ട് 3%, 2.5% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടുക. ആ കാശ് കൊണ്ട് വേറെ ഇഷ്ടം പോലെ നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ അതിന്റെ ഡബിളൊക്കെ കിട്ടാൻ സുഖമായിട്ടുള്ള കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡുണ്ട്. അവിടെ കൊണ്ടിടാവുന്നുള്ളൂ. നമുക്ക് സുഖമായിട്ട് ലിക്വിഡിറ്റി ഉള്ള ഇൻവെസ്റ്റ്മെന്റ് മെത്തേഡ് വേറെ നമുക്ക് ഇഷ്ടംപോലെ സംഭവമുണ്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ബാങ്ക് അക്കൗണ്ടിൽ വെക്കുന്ന ഒരു ആവശ്യമില്ല, നമുക്ക് അതിന്റെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇഷ്ടംപോലെ ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ തന്നെ ഇപ്പോൾ എൻ്റെ നിങ്ങൾക്ക് കുറേ അക്കൗണ്ടുകൾ ഉണ്ട്. ഇപ്പോൾ അപ്പോൾ ഞാൻ കുറേ എൻ്റെ നോർമൽ അക്കൗണ്ട് ഉള്ളത് ആക്സിസ് ബാങ്ക് ആയിക്കോട്ടെ, HDFC ആയിക്കോട്ടെ, ഞാൻ എല്ലാം ക്ലോസ് ചെയ്തു. എന്ന് വെച്ചാൽ ഭയങ്കര ചാർജ് വരും സാധനത്തിന്. അത് മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഞാൻ എൻ്റെ മെയിൻ 2 പ്രൈമറി അക്കൗണ്ട് ഒഴിച്ചു ബാക്കിയെല്ലാം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് സീറോ ബാലൻസ് അക്കൗണ്ടുകളാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിരിക്കും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അക്കൗണ്ടാണ് നമ്മുടെ കോട്ടക്കിൻ്റെ അക്കൗണ്ട്. അതിപ്പോൾ ആക്ച്വലി നമുക്ക് ഓൺലൈൻ അവൈലബിൾ അല്ല. ഓൺലൈൻ നമുക്ക് അതിന് റീസെന്റ് ബാങ്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു RBI സൈഡിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോഴും ഓൺലൈൻ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഈ കോട്ടക്ക് 81 അക്കൗണ്ട് വന്നിട്ട് കുറേ ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. സീറോ ബാലൻസ് അക്കൗണ്ട് അല്ലാണ്ട് തന്നെ കോട്ടക്ക് 81 എഡ്ജ് എന്നൊക്കെ പറഞ്ഞ് കുറേ ടൈപ്പ് അക്കൗണ്ട് ഉണ്ട്. നിങ്ങൾ ബ്രാഞ്ചിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ പറയും, അവർ ചിലപ്പോൾ ഈ എഡ്ജ് എന്ന് പറഞ്ഞ അക്കൗണ്ടൊക്കെ ആയിരിക്കും തലയിൽ പിടിപ്പിക്കുക. അതിന് 10000 രൂപ, 15000 രൂപയൊക്കെ മിനിമം ബാലൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ മറക്കണ്ട കേട്ടോ. എന്ന് വെച്ചാൽ മിക്ക എല്ലാ ബാങ്കുകളുടെയും സീറോ ബാലൻസ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഓൺലൈൻ ആയിരിക്കും, ഓഫ്ലൈൻ ഉണ്ടാവില്ല. ആ സംഭവം ഓഫ്ലൈൻ ഫെസിലിറ്റി ഉണ്ടാവില്ല അവർക്ക്. എന്ന് വെച്ചാൽ സീറോ ബാലൻസ് അക്കൗണ്ട് ഇവർക്ക് വലിയ ലാഭം തരാത്തൊരു സംഭവം. നിങ്ങൾക്ക് ഓൾറെഡി അത് ഞാൻ ഇപ്പോൾ പറഞ്ഞപ്പോൾ തന്നെ അത് കണ്ടായിരിക്കും. ബാങ്കുകൾക്ക് നോർമൽ അക്കൗണ്ട് ലാഭം തരുന്നുണ്ടെങ്കിൽ അത് കസ്റ്റമേഴ്സിന് ലോസ് ആയിരിക്കും. അവർക്ക് മിനിമം ബാലൻസ് സംഭവം വരുമ്പോൾ അവർക്ക് അത് ആ എമൗണ്ട് എടുത്ത് അവർക്ക് വേറെ ബിസിനസ് ചെയ്യാം. അതിനാണല്ലോ നമുക്ക് FD സംഭവമൊക്കെ ഒരു ഇടാൻ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു രണ്ട് സൈഡും അതിന് നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവല്ലോ. അപ്പോൾ അതാണ് പറയുന്നത്. സീറോ ബാലൻസ് അക്കൗണ്ടാണ് നമുക്ക് കസ്റ്റമർ ബേസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് പ്രൈവറ്റ് ബാങ്കുകളിലെ സീറോ ബാലൻസ് അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് വലിയ ലിമിറ്റേഷൻ സംഭവമൊന്നും ഇല്ല. ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി യോജന എന്ന് പറഞ്ഞാൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ബേസിക് അക്കൗണ്ട്. എല്ലാ ബാങ്കിലും ഉണ്ട്. അത് പക്ഷേ ഓൺലൈനിൽ അവൈലബിൾ അല്ല. പക്ഷേ അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റേഷൻസാണ്. പക്ഷേ അത് വലിയ കാര്യമൊന്നുമില്ല. അത് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ലിമിറ്റേഷൻസ്, അതുകൊണ്ട് നമുക്ക് വലിയ ഉപയോഗമൊന്നും ഉണ്ടാവില്ല. അതിന് പകരം നമുക്ക് ഇതുപോലെ പ്രൈവറ്റ് ബാങ്കുകളുടെ അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ അക്കൗണ്ട് പോലെ ഉപയോഗിച്ച് കൊണ്ടുപോകും ചെയ്യാം. നമുക്ക് ബാക്കി എല്ലാ പർപ്പസിനും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാൻ പറ്റും. അങ്ങനെ കുറച്ച് ബെനിഫിറ്റ് സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആക്സിസ് ബാങ്കിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് MIS അക്കൗണ്ട് എന്ന് പറയുന്ന സാധനം ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ചെയ്താൽ അത് ഫുള്ളി സീറോ ബാലൻസ് അക്കൗണ്ട് തന്നെയാണ്. പക്ഷേ അതിന് ഒരു എക്സ്ട്രാ ചാർജുകൾ പിടിക്കുന്നുണ്ട്. ഒന്നെങ്കിൽ മന്ത്ലി 200 രൂപ ചാർജ് പിടിക്കും, അല്ലെങ്കിൽ നമുക്ക് ആനുവലി 2200 രൂപ ചാർജ് പിടിക്കും. അപ്പോൾ ആക്സിസ് ബാങ്കിന്റെ അക്കൗണ്ടിന് നമുക്ക് ഒരു മിനിമം ബാലൻസ് അക്കൗണ്ട് വേണമെന്ന് നോക്കി കഴിഞ്ഞാൽ ആകെ ഓപ്ഷനിൽ നമുക്ക് MIS അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് കുറച്ച് പെർക്സും എന്താ പറയുക, കുറച്ച് ബെനിഫിറ്റ്സും സംഭവമൊക്കെ അവർ കൊടുക്കുന്നുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾക്ക് ഞാൻ ആക്ച്വലി ആക്സിസ് ബാങ്കിന്റെ ഈസിലി SS അക്കൗണ്ട് ക്ലോസ് ചെയ്തിട്ട് ഈ MIS അക്കൗണ്ട് എടുത്താലോ എന്ന് ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് അവർ പറയുന്നത് ഒന്നെങ്കിൽ 2200 രൂപ ആനുവലി കൊടുക്കുക, അല്ലെങ്കിൽ 200 രൂപ പെർ മാസം കൊടുക്കുക. രണ്ടായാലും നഷ്ടമാണ്. പക്ഷേ അവരെ നോർമൽ അക്കൗണ്ടായിട്ടും ഭേദം. എന്ന് വെച്ചാൽ അമ്മമാർ ചാർജ് അവർ മിനിമം ബാലൻസും സംഭവമൊക്കെ നോക്കി കഴിഞ്ഞാൽ പിടിക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പോൾ ഇതിന് എന്തൊക്കെ ബെനിഫിറ്റ് കാര്യങ്ങളുണ്ടെന്ന് നോക്കി നോക്കാം നമുക്ക്. ഇതിന് മിനിമം ബാലൻസ് വേണ്ട, പക്ഷേ നിങ്ങൾക്ക് 200 രൂപ പെർ മന്ത് അല്ലെങ്കിൽ 2200 രൂപ പെർ ആനും നമുക്ക് സബ്സ്ക്രിപ്ഷൻ ചാർജായിട്ട് കൊടുക്കേണ്ടി വരും. പിന്നെ നമുക്ക് കോംപ്ലിമെന്ററി 3 മാസത്തെ Amazon പ്രൈം മെമ്പർഷിപ്പ് വർത്ത് ₹599 നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ബുക്ക് മൈ ഷോയുടെ പാക്കേജ് വാല്യൂ 4000 രൂപയുടെ ഓഫറിങ് ഫ്ലാറ്റ് ഡിസ്കൗണ്ട് ഓഫ് 400 പെർ ടിക്കറ്റ് നമുക്ക് ഇതിനോട് ഓഫറായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്വിഗ്ഗി ഡൈൻ ഔട്ട് വൗച്ചർ 500 രൂപയുടെ കോംപ്ലിമെന്ററി ആയിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ സ്വിഗ്ഗി 1 മെമ്പർഷിപ്പ് 3 മാസത്തെ മെമ്പർഷിപ്പ് 400 രൂപയുടെ വാല്യൂ കിട്ടുന്നുണ്ട് നമുക്ക് ഫ്രീ ആയിട്ട്. പിന്നെ ഊബറിന്റെ 500 രൂപയുടെ ഒരു വേർത്തായിട്ടുള്ള ഒരു റൈഡ് പാക്കേജ് വൗച്ചർ നമുക്ക് ഇതിലൂടെ കിട്ടുന്നുണ്ട്. പിന്നെ എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് ഇതിനൂടെ കാർഡ് കിട്ടുന്ന കാർഡിന് നമുക്ക് എഡ്ജ് റിവാർഡ് പോയിന്റ് ആണ് പറയുന്നത്. നമുക്ക് ഇതിനൂടെ ഓൺലൈൻ റിവാർഡ് ഡെബിറ്റ് കാർഡ് നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട്. ഈ ഡെബിറ്റ് കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ 200 എഡ്ജ് റിവാർഡ് പോയിന്റ് എവരി മന്ത് ഓൺ അച്ചീവിംഗ് സ്പെൻഡ് മൈൽസ്റ്റോൺ. അതായത് നിങ്ങൾ കാർഡ് ഉപയോഗിച്ച് 20,000 രൂപ എല്ലാ മാസം യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 2000 എഡ്ജ് റിവാർഡ് പോയിന്റ് കിട്ടും. അതുപോലെ തന്നെ UPI മർച്ചന്റ് ട്രാൻസാക്ഷൻ ഡൺ ത്രൂ ആക്സിസ് പേ ആപ്പ് അല്ലെങ്കിൽ മൊബൈൽ ബാങ്കിങ് ആപ്പായാലും നമുക്ക് സാധനം വെറുത്താണ് കേട്ടോ. പിന്നെ നമുക്ക് ആക്സിസ് ബാങ്കിന്റെ ATM വിഡ്രോവലിന് ചാർജസും സംഭവമൊന്നുമില്ല. പിന്നെ ഇൻഷുറൻസ് ബെനിഫിറ്റ് ഓഫ് ഫിസിക്കൽ ഓൺലൈൻ റിവാർഡ് കാർഡിന് നമുക്ക് ഇൻഷുറൻസ് ബെനിഫിറ്റ് വരുന്നുണ്ട്. പേഴ്സണൽ ആക്സിഡന്റൽ കവർ 5 ലക്ഷത്തിന്റെ പേഴ്സണൽ ആക്സിഡന്റ് കവർ, എയർ ആക്സിഡന്റ് കവർ ഓഫ് 1 crore,
പർച്ചേസ് പ്രൊട്ടക്ഷൻ കവർ ഓഫ് 50,000, അതുപോലെ തന്നെ ലോസ് ഓഫ് ബാഗേജ് അല്ലെങ്കിൽ ഡിലൈഡ് ബാഗേജ് കവർ അപ് ടു $500. ഈ ഫീച്ചേഴ്സൊക്കെ നമുക്ക് ഇതിനോട് കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആക്സിസ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു അക്കൗണ്ടാണ് അമേസ് അക്കൗണ്ട്. ഞാൻ പക്ഷേ അത് ഫുള്ളി റെക്കമെൻഡ് ഒന്നും ചെയ്യില്ല. എന്ന് വെച്ചാൽ പച്ച മലയാളത്തിൽ നോക്കി കഴിഞ്ഞാൽ ഫുള്ളി സീറോ ബാലൻസ് അക്കൗണ്ട് ഒന്നും അല്ല. സബ്സ്ക്രിപ്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊന്നും വാങ്ങാൻ സീറോ ബാലൻസ് അക്കൗണ്ടാണ്. അപ്പോൾ ആക്സിസ് ബാങ്കിൻ്റെ അക്കൗണ്ട് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിന് കുറേ പെർക്സും സംഭവമൊക്കെ ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് എടുക്കാം. അല്ലാത്തവർക്ക് പക്ഷേ ഞാനിപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്ന ആപ്പ് എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ആപ്പല്ല, അക്കൗണ്ട് എന്ന് പറയുന്നത് ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഡിലൈറ്റ് ആണ് കേട്ടോ. എന്നുവെച്ചാൽ അല്ലെങ്കിൽ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ ഇന്ത്യ അക്കൗണ്ട്. അതിന് നമുക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് സംഭവമൊന്നുമില്ല. അത് കറക്റ്റ് ഒരു ഇനീഷ്യൽ ഫണ്ടിങ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് സീറോ ബാലൻസ് അക്കൗണ്ടായിട്ട് ഉപയോഗിക്കാം. അവരുടെ ആപ്പൊക്കെ കുറച്ച് ഷോക്കാണ്, എന്നാലും കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ഞാൻ BOB ബാങ്കിൻ്റെ ലൈറ്റ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് തുറന്നിട്ടുണ്ടായിരുന്നു. അത് സംഭവം വന്നിട്ടില്ല, വെൽക്കം കിറ്റ്. അതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന് വഴി സെപ്പറേറ്റ് വേറെ ചെയ്യാം. അപ്പോൾ കുറച്ച് ഓപ്ഷൻസ് മാത്രം നമുക്ക് ഇപ്പോൾ ആക്ച്വലി സീറോ ബാലൻസ് അക്കൗണ്ടിലുള്ളൂ. അത് ഏറ്റവും പെട്ടെന്ന് എടുത്ത് വെച്ചാൽ പതുക്കെ ഒരു ബാങ്കുകളൊക്കെ ഈ സാധനം ക്ലോസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഉജ്ജീവൻ ബാങ്കിലും അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കിലൊക്കെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉള്ളത് പതുക്കെ അവർ ക്ലോസ് ചെയ്ത് നോർമൽ അക്കൗണ്ടിലേക്ക് ആക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ സീറോ ബാലൻസ് അക്കൗണ്ട് അവർക്ക് ആക്ച്വലി ആവില്ല, അവർ ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ ആരെങ്കിലൊക്കെ സീറോ ബാലൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചാടിക്കറി എടുക്കാൻ മറക്കണ്ട. അപ്പോൾ എന്തായാലും ആക്സിസിൻ്റെ അമേസ് അക്കൗണ്ട് നമ്മുടെ ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ സീറോ ബാലൻസ് അക്കൗണ്ട് ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. ആരെങ്കിലൊക്കെ വേണമെങ്കിൽ ബാങ്ക് കയറി എടുക്കാൻ മറക്കണ്ട. നോർമൽ പ്രൊസീജിയർ തന്നെ ഉള്ളൂ. പാൻ കാർഡ് വേണം, ആധാർ കാർഡ് വേണം, വേറെ ഒന്നും വേണ്ട കേട്ടോ. ലാസ്റ്റ് വീഡിയോ കേസും ചെയ്യേണ്ടി വരും. അത് വേറെ സംഭവമൊന്നുമില്ല. 2 ദിവസത്തിനുള്ളിൽ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ. പിന്നെ വെൽക്കം കിറ്റൊക്കെ നമുക്ക് 1 വീക്കിനുള്ളിൽ സാധനം കിട്ടും, ഫിസിക്കൽ കാർഡ് ഇൻക്ലൂഡിങ് ടാ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ചെയ്യാം. നമ്മുടെ 2 ചാനൽസ് പോയി കണ്ടുപോകുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് നമ്മൾക്കൊന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയം കാലൊക്കെ എൻ്റെ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാവരും ബ്ലോഗാണ്. അടുത്ത കാണാം.